ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്ക് നമ്മൾ കടക്കുന്നു. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് UDF സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് ഹൈക്കമാൻഡിന് കൈമാറും. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം ലഭിച്ചാൽ പ്രഖ്യാപനമുണ്ടാകും. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. ആര്യാടൻ ഷൌക്കത്തോ VS ജോയിയോ എന്ന ചോദ്യമില്ല. ഒറ്റപ്പേര്, അത് ആര്യാടൻ ഷൌക്കത്തിന്റേതാണ്. അൻവർ ഉടക്കിയാലും VV പ്രകാശിന്റെ കുടുംബം എതിർത്താലും ആ പേര് ആര്യാടൻ ഷൌക്കത്തിന്റേതാകട്ടെ എന്ന് UDF കോൺഗ്രസ് തീരുമാനിക്കുകയാണോ റോഷിപാൽ? സുജയ പാർവതി, PV അൻവറിന്റെ കടുത്ത വിയോജിപ്പ് മുഖവിലക്കെടുക്കാതെ തന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് നിലമ്പൂർ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. കൊച്ചിയിൽ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന നേതൃതല യോഗം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളെ ഒന്നൊന്നായി വിളിച്ച് അഭിപ്രായം ആരാഞ്ഞിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ പേര് നൽകാനുള്ള തീരുമാനമെടുത്തതാണ്. പക്ഷേ PV അൻവർ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അൻവർ പറഞ്ഞത് ആര്യാടൻ ഷൌക്കത്തിനെ മത്സരിപ്പിച്ചാൽ താൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്നായിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുന്നത്. ഏതായാലും അൻവർ ഇനി മത്സരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എത്രത്തോളം UDFന് വെല്ലുവിളിയാകും എന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഏതായാലും ഉടൻ തന്നെ ഈ പേര് ഹൈക്കമാൻഡ് കൈമാറുകയും ഹൈക്കമാൻഡ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിന് അംഗീകാരം നൽകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ഏതായാലും ഏറെ നേരം പ്രധാനപ്പെട്ട ഓരോ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കാരണം രാവിലെ PV അൻവർ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്നത്. പിന്നീട് കൂടിയാലോചനകൾ സജീവമാക്കി. KC വേണുഗോപാലുമായി അടക്കം സംസാരിച്ചു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മുൻ KPCC അധ്യക്ഷന്മാരുമായി ഒരുവട്ടം കൂടി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ഒടുവിൽ ആര്യാടൻ ഷൌക്കത്ത് തന്നെ മതി നിലമ്പൂരിൽ സ്ഥാനാർത്ഥി. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല, കോൺഗ്രസ് അങ്ങനെ വഴങ്ങിയ ചരിത്രമില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്. അങ്ങനെയാണെങ്കിൽ റോഷിപാൽ, അത് PV അൻവറിനെ പറഞ്ഞു പറ്റിക്കലാവില്ലേ? PV അൻവറിനെ, തൃണമൂലിനെ ഒക്കെ ഒപ്പം കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെ കൊണ്ട് UDFന് അനുകൂലമായ എത്രയെത്ര പ്രസ്താവനകളാണ് നടത്തിച്ചത്. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ അൻവറിനോട് ചെയ്യുന്നു? സുജയ പാർവതി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തും. ആര്യാടൻ മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പരസ്യമായി PV അൻവർ പറഞ്ഞ വിഷയത്തിൽ ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഇനി അടുത്ത നിമിഷങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നൊന്നായി PV അൻവറിന്റെ വിമർശനങ്ങൾക്കും PV അൻവറിന്റെ വെല്ലുവിളിക്കും മറുപടി നൽകുമെന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കമൊക്കെ നടത്തണമെന്ന അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അതായത് റോഷിപാൽ, അൻവർ ഇല്ലെങ്കിലും ആര്യാടൻ ഷൌക്കത്ത് മത്സരിക്കട്ടെ, അൻവർ ഇല്ലെങ്കിലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് എന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് പോയോ കോൺഗ്രസ് അപ്പോൾ? സുജയ പാർവതി, നേരത്തെ PV അൻവർ നിലമ്പൂർ MLA പദം രാജിവെക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിൽ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കാരണം രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. പ്രത്യേകിച്ച് LDF സർക്കാരിനെതിരെയുള്ള ജനവികാരം നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല ദേശീയപാതയുടെ തകർച്ചയടക്കം വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ല. ജനങ്ങൾ ഒന്നൊന്നായി UDFന് അനുകൂലമായി വോട്ടർമാർ പ്രതികരിക്കും എന്ന കണക്കുകൂട്ടലാണ് UDF നേതൃത്വത്തിന്. മാത്രവുമല്ല സർവേ ഒക്കെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ കടുത്ത വെല്ലുവിളി ഉയർത്തിയാൽ പോലും UDF നിർത്തുന്ന സ്ഥാനാർത്ഥി ആരായാലും വൻ വിജയം നേടുമെന്ന ആത്മവിശ്വാസമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. മാത്രവുമല്ല നിലവിലെ സാഹചര്യത്തിൽ ഈ തരത്തിൽ MMSനെ മാറ്റിയ ഒരു വിഷയം പറയുന്നു. ഒപ്പം നേരത്തെ ഷാഫി പറമ്പലിനെ പാലക്കാട് മാറ്റി. അങ്ങനെ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു അവമതിപ്പ് ഒരു പക്ഷേ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. സണ്ണി ജോസഫിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്, KPCC അധ്യക്ഷ പദവിയിലേക്കൊക്കെ കൊണ്ടുവന്ന ക്രൈസ്തവ സമൂഹത്തിന് വിശ്വാസമെടുത്തു. എല്ലാ സമുദായ സംഘടനകളുമായി വലിയ അടുപ്പം കോൺഗ്രസിനുണ്ട്. എല്ലാ സമുദായ സംഘടനകളും ഇപ്പോൾ കോൺഗ്രസിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് എന്ന ഒരു നേതാവിന്റെ മകൻ കൂടിയായി ഒരു പിന്തുണച്ചക്കാരനായി ആര്യാടൻ ഷൌക്കത്ത് വരട്ടെ എന്ന ഒരു തീരുമാനം കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്നത്. ആര്യാടൻ മുഹമ്മദിനൊപ്പമുള്ള വലിയൊരു ഭാഗം പ്രവർത്തകരുണ്ട്. അവരുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ കാര്യം അല്പസമയത്തിനകം തന്നെ അവർ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ VS ജോയിയെ അറിയിക്കും ഔദ്യോഗികമായി. തൊട്ടുപിന്നാലെ തന്നെ അവർ ഈ കാര്യം
AICCയെ രേഖാമൂലം തന്നെ കത്തായി നൽകും. ഇപ്പോൾ കൊച്ചിയിൽ നേതാക്കളൊക്കെ യോഗം ചേരുന്നുണ്ട്. അവിടെ നിന്നും അംഗീകാരം ലഭിച്ചാൽ, ദില്ലിയിൽ നിന്നും അംഗീകാരം ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കും. ഇവിടെ അതായത് ഒറ്റ പേരായിരിക്കും റോഷിപാൽ ഈ മണിക്കൂറിൽ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാർത്ത. നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. PV അൻവർ നിർദ്ദേശിച്ച VS ജോയിയുടെ പേര് വെട്ടുകയാണ്, അല്ലേ? സുജയ പാർവതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നിലവിൽ വിയോജിപ്പുകൾ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പുനരാലോചന കോൺഗ്രസ് നേതൃത്വം നടത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. കാരണം രാവിലെ തിരക്കിട്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നു. പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഒപ്പമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി ടെലിഫോണിലടക്കം ആശയവിനിമയങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരു തിരക്കിട്ട ചർച്ചകളും നിർണായകമായ കൂടിക്കാഴ്ചകളും കൊച്ചിയിൽ നടക്കുന്നു. ആ ചർച്ചകളിലൂടെ മറ്റൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുമോ എന്ന ഒരു അഭ്യൂഹം ഉയർന്നത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല. കാരണം PV അൻവർ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പരസ്യമായി വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ ഇനി തീരുമാനം മാറ്റേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. പാർട്ടി അവിടെ സുസജ്ജമാണെന്ന വിലയിരുത്തലാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് പ്രസിഡന്റായ AP അനിൽകുമാറിന് മണ്ഡലത്തിന്റെ ചുമതല നൽകി. ഒപ്പം 2 KPCCയുടെ ജനറൽ സെക്രട്ടറിമാരെ കൂടി നിലമ്പൂരിലേക്ക് അയച്ച് അവിടെ ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് പാർട്ടി സുസജ്ജമാക്കി എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി പ്രവർത്തിക്കുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം. ഈ കാര്യങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയിട്ട് പിന്നാലെയാണ് PV അൻവർ വെല്ലുവിളി ഉയർത്തിയാലും അവിടെ ആര്യാടൻ ഷൌക്കത്തിനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്.